അൻവർ MLA ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പിണറായിസം അവസാനിപ്പിക്കുക എന്നതാണ് താൻ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള പോരാട്ടം ശക്തമാകും. UDF-ഉമായി സഹകരിക്കേണ്ടയാളാണ്, VD സതീശനുമായി തന്നെ സഹകരിച്ചു പോകേണ്ടയാളാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. മുബഷീർ P. അക്ബറും ഒപ്പം സിനോജ് തോമസുമുണ്ട്. മുബഷീർ വളരെ വ്യക്തമായി തന്നെ പറയുന്നു തന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്. പുറത്തിറങ്ങുമ്പോൾ ആദ്യം തന്നെ നന്ദി പറയുന്നത് UDF നേതാക്കൾക്കാണ്. അതിൽ VD സതീശന്റെ പേര് കൂടി എടുത്തു പറയുന്നു എന്നതും പ്രത്യേകം ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. പാണക്കാട് തങ്ങളുടെ പേരും പുറത്തിറങ്ങിയ PV അൻവർ പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ലൈൻ ഏറെക്കുറെ ഉറപ്പാണ്. പിണറായിസം അവസാനിപ്പിക്കുക എന്നതാണ് രാഷ്ട്രീയ ലൈൻ. ഇനി ഈ രാത്രിയിൽ തന്നെ കോട്ടക്കൽ തുറന്ന ജീപ്പിൽ നിലമ്പൂരിലേക്ക് പോകുമോ? എന്താണ് DMK സംഘാടകരുടെ പ്ലാൻ? മുബഷീർ. തീർച്ചയായും അരുൺകുമാർ, തന്റെ ഇതുവരെയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു ജയിൽവാസമായി 18 മണിക്കൂറോളം നീണ്ടുനിന്ന തവനൂർ സെൻട്രൽ ജയിലിലെ ജയിൽവാസം മാറി. അതൊരു വലിയ അനുഭവമായിരുന്നു. അവിടെ നിന്നും പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഭക്ഷണം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ നിശ്ചിതമായ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അതിനാഗീയമായ സംഭവങ്ങൾക്കൊടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലേക്ക് പോയ PV അൻവർ ജയിൽ മോചിതനായി പുറത്തിറങ്ങിയതിനു ശേഷം അതിരൂക്ഷമായിട്ടുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ, വിശേഷ പിണറായി സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നു. പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഭരണകൂട ഭീകരതയാണിത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തിരയായി താൻ മാറിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയായ തനിക്ക് ഇത്രത്തോളം മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. മലയോര മേഖലകൾ നേരിടുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇനിയും പ്രതിഷേധ രംഗത്തുണ്ടാകും. അത് തന്നെ എത്രയധികം തുറങ്കലിലടിച്ചാലും അതിൽ നിന്നും പിന്നോട്ട് പോകില്ല. മുന്നോട്ടുള്ള യാത്രകൾക്ക് കരുത്തു പകരുന്നതാണ് നിലവിലെ ജയിൽവാസം. അതിലൊന്നും തന്നെ പിന്നോട്ടടിക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ പിണറായിക്കെതിരെ അദ്ദേഹം നടത്തിയൊരു പ്രയോഗമുണ്ടായിരുന്നു. പിണറായിയല്ല മറ്റാര് വിചാരിച്ചാലും താൻ ഉദ്ദേശിച്ച രീതിയിലുള്ള തന്റെ പ്രക്ഷോഭ മാർഗങ്ങളെ, രീതികളെ അട്ടിമറിക്കാൻ സാധിക്കില്ല, അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അത് ആവർത്തിച്ച് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുന്നു. പിണറായി ഭീകരത ഇവിടെ ഉണ്ടായിരിക്കുന്നു, അതിനെതിരായുള്ള ഒരു പോരാട്ടം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടും PV അൻവറിന്റെ ഒരു രാഷ്ട്രീയ ലൈൻ, രാഷ്ട്രീയ ഭാവി അദ്ദേഹം അനൌദ്യോഗികമായി തന്നെ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-ന്റെ നേതാക്കൾക്ക് ആ നിരയിൽ തന്നെ, സീനിയേഴ്സ് നിരയിൽ തന്നെയുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു നന്ദി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക്, KPCC അധ്യക്ഷൻ K. സുധാകരനെ, അതോടൊപ്പം തന്നെ VD സതീശൻ. നമുക്കറിയാം പല ഘട്ടങ്ങളിലും മുന്നണി പ്രവേശനം ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ, മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ തന്നെ അതിനെതിരെ രംഗത്ത് വന്നിരുന്നൊരു നേതാവ് കൂടിയായിരുന്നു കോൺഗ്രസിലെ VD സതീശൻ എന്ന് പറയുന്നത്. VD സതീശനെ ഉൾപ്പെടെ അദ്ദേഹം പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിലും VD സതീശൻ തന്നെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അൻവർ സൂചിപ്പിച്ചിരുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടും UDF മുന്നണിയിലേക്ക് പ്രവേശിക്കുന്ന സൂചനകൾ പ്രതികരണമായി. എന്തായാലും പുറത്തിറങ്ങുന്ന PV അൻവർ കൂടുതൽ കരുത്തനായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. UDF-ലെ ഓരോ നേതാവിനും പേരെടുത്ത് നന്ദി പറഞ്ഞാണ് PV അൻവർ പുറത്തേക്ക് വരുന്നത്. പിണറായിസം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പൊളിറ്റിക്കൽ ലൈൻ. അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. VD സതീശനുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും എന്ന സൂചനയും കൂടി ആ അർത്ഥത്തിൽ അദ്ദേഹം നൽകുന്നുണ്ട്. VD സതീശനുമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇപ്പോഴില്ല എന്നുകൂടി ഇപ്പോൾ PV അൻവർ പറഞ്ഞു വയ്ക്കുമ്പോൾ UDF പ്രവേശനത്തിന് കളമൊരുങ്ങി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര കർഷകർ, ക്രിസ്ത്യൻ സംഘടനകൾ, പുരോഹിതന്മാർ, അതേപോലെ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിലുള്ളവർ, ഇവരുമായി ചേർന്നുള്ള ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. പിണറായിസം അവസാനിപ്പിക്കുക എന്നതാണ് തന്റെ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്, തന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത്.